ഹരേ കൃഷ്ണ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള എല്ലാവരും തന്നെ മേത്തൻമണി സ്ഥിതി ചെയ്യുന്ന ആ കൊട്ടാരം കണ്ടിട്ടുണ്ടാകും. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണണം. മേത്തൻമണി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ കരുവേലപ്പുര കൊട്ടാര സമുച്ചയത്തിലാണ്. അപ്പോൾ ആ കൊട്ടാരത്തിന് കരുവേലപ്പുര എന്നാണ് പറയുന്നത്. കരുവേലം എന്നാൽ ഖജനാവ് എന്നാണ് അർത്ഥം. മുമ്പ് അവിടെ ഖജനാവ് പ്രവർത്തിച്ചിട്ടുണ്ടാകാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേര് വന്നത്. ഇതിനകത്താണ് നവരാത്രി മണ്ഡപം. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും നവരാത്രി പൂജയ്ക്ക് കൊണ്ടുവരുന്ന സരസ്വതി വിഗ്രഹം ഇവിടെ വെച്ചാണ് പൂജ ചെയ്യുന്നത്. മേത്തൻമണി ഇന്നും ഒരു കൗതുക കാഴ്ചയാണ്. ഒരു കാലത്ത് നഗരവാസികൾക്ക് സമയം അറിയുന്നതിനായി ഇത് വളരെ പ്രയോജനമായിരുന്നു. ചിരിക്കാൻ ശ്രമിക്കുന്ന ഒരു മുഹമ്മദീയൻ്റെ തലയും മുഖത്ത് ഇടിക്കുന്ന ആട്ടിൻകുട്ടികളും, അതാണ് മേത്തൻമണിയുടെ രൂപം. ഈ മണി കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജാവിൻ്റെ കാലത്താണ് സ്ഥാപിച്ചത്. പിന്നീട് സ്വാതി തിരുനാൾ മഹാരാജാവ് അതിന് കൂടുതൽ പരിഷ്കാരങ്ങൾ വരുത്തി. ഇതാണ് മേത്തൻമണിയെപ്പറ്റി പറയാനുള്ളത്. വളരെ മനോഹരമായ ഒരു മണിയാണത്. ഇങ്ങനെ രണ്ട് ആടുകൾ ആ സമയത്ത് ഇങ്ങനെ വന്ന് ഇടിക്കും. അപ്പോഴാണ് ആ മണിയുടെ ശബ്ദം കേൾക്കുന്നത്. എല്ലാവരും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുമ്പോൾ ഈ ഭാഗത്ത്, അതായത് നമ്മുടെ കിഴക്കേ നടയിൽ കിഴക്കേ ഗോപുരം ഇറങ്ങിക്കഴിയുമ്പോൾ തെക്ക് വശത്തെ കുതിരമാളികയുണ്ട്. അവിടുന്ന് ആ ഭാഗത്ത് തന്നെയായിട്ടാണ് മുകളിൽ പത്മതീർത്ഥക്കുളത്തിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് ഈ മേത്തൻമണി സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരും അത് കാണണം, ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കണം. സാധാരണ വന്ന് തൊഴുതിട്ട് എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തിട്ട് അങ്ങ് പോകും, പുറത്തുനിന്ന് വരുന്നവർ. ഇത് ചിലപ്പം പലരും കണ്ടില്ലെന്നിരിക്കും. നമ്മളെല്ലാവരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുമ്പോൾ അതിനു ചുറ്റും ഒരുപാട് അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെല്ലാം തന്നെ എല്ലാവരും കാണണം. പത്മതീർത്ഥക്കുളത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് കല്ലാനയുണ്ട്. ഇതൊന്നും ആരും ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി വെച്ചിട്ട് വേണം എല്ലാവരും പോകാൻ. വരാൻ പറ്റാത്തവരുള്ള ആളുകളെല്ലാവരും എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് ഭഗവാനെ ഒന്ന് കണ്ടു തൊഴാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവാനെ എന്നെ ഒന്ന് വരുത്തണമേ എന്ന്. തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കും. സമയം ക്രമമൊക്കെ ഉണ്ട്. ആ സമയക്രമം നോക്കി അതനുസരിച്ചിട്ട് വേണം വരാൻ. കാരണം ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ടി വരും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പ്രത്യേക സമയക്രമങ്ങളുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയത്തില്ലെങ്കിൽ ഇതിന് ശേഷം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് സമയക്രമം ഇടാം. വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനിടാം. എന്തായാലും നമുക്ക് ട്രെയിനിന് വരുന്നവരാണേലും തമ്പാനൂർ ഇറങ്ങിയാൽ വളരെ എളുപ്പമാണ് ക്ഷേത്രത്തിൽ വന്ന് തൊഴുന്നതിനായിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് തൊഴുക. വിഷുവിനൊക്കെ വലിയ വിശേഷമാണ്. വിഷുവിനൊക്കെ വന്നൊന്ന് തൊഴാൻ പറ്റുന്നെങ്കിൽ തൊഴുക. അല്ലാത്ത ദിവസങ്ങളുമൊക്കെ വന്ന് തൊഴാം. സമയം നോക്കി വരണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.